നമ്മുടെ UGC നെറ്റ് പേപ്പർ 2 ഹിന്ദിയുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഹിന്ദി ഭാഷ और उसका विकास അതിൽ നമ്മൾ ഭാരോപിയ പരിവാറിനകത്ത് വരുന്ന ഭാരതീയ ആര്യഭാഷയിലെ പ്രാചീന ഭാരതീയ ആര്യഭാഷ, മധ്യകാലീന ഭാരതീയ ആര്യഭാഷ, ആധുനിക ഭാരതീയ ആര്യഭാഷ, ഇത് മൂന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞു. നമ്മുടെ UGCയുടെ സിലബസിൽ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രാചീന ഭാരതീയ ആര്യഭാഷയിൽ വൈദിക സംസ്കൃതം, ലൗകിക സംസ്കൃതം നോക്കി. അതുപോലെ തന്നെ മധ്യകാലീന ഭാരതീയ ആര്യഭാഷ എടുക്കുന്ന സമയത്ത് പാലി, പ്രാകൃത്, അപഭ്രംശ്. ഇതിൽ അപഭ്രംശ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അപഭ്രംശിൻ്റെ ഭേദങ്ങൾ നോക്കി, കാരണം നമുക്കത് ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞു. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആധുനിക ഭാരതീയ ആര്യഭാഷ കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആധുനിക ഭാരതീയ ആര്യഭാഷ എന്ന് നമ്മൾ കണ്ടു. പിന്നെ അതിൽ വരുന്നതാണ് ഹിന്ദി എന്ന് നമ്മൾ മനസ്സിലാക്കി. ഹിന്ദി ശബ്ദം എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഹിന്ദി ഭാഷയുടെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞു. പിന്നെ ഏത് അപഭ്രംശിൽ നിന്നാണ് ഹിന്ദി ഉണ്ടായത് എന്നുള്ളത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഹിന്ദിയുടെ ഉപഭാഷയും അതുപോലെ തന്നെ ഉപഭാഷയും ബോലിയും നമ്മൾ പറഞ്ഞു. അങ്ങനെ 5 എണ്ണം ഉപഭാഷകൾ 5 എണ്ണമാണ് ഉള്ളത്. അതിൽ വരുന്ന ബോലികളൊക്കെ പറഞ്ഞു. പിന്നെ അതിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചതാണ് കൗരവി. കൗരവീനെ നമ്മൾ ഘടി ബോലി എന്ന് കൂടി പറയുന്നുണ്ട്. ഹിന്ദിയുടെ ഒരു എന്താ പറയുക, വേറൊരു രൂപം തന്നെയാണ് ഘടി ബോലി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സിലബസിലുള്ള വേറെ കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിന് ശേഷം ഘടി ബോലി, ബ്രജ്, അവധി, ഈ 3 ഭാഷയുടെയും വിശേഷതകൾ ചോദിച്ചിട്ടുണ്ട്. ഘടി ബോലി, ബ്രജ്, അവധി. നമുക്ക് മനസ്സിലായി പശ്ചിമി ഹിന്ദി, ശൗരസേന അപഭ്രംശിലെ പശ്ചിമി ഹിന്ദിയിൽ നിന്നാണ് ഈ ഘടി ബോലി, കൗരവി എന്ന് പറയുന്ന ഘടി ബോലി ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലായി. ഇതിന് പുറമെ ആയിട്ട് ഘടി ബോലിയുടെ വിശേഷതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ബ്രജ് ഭാഷ, അവധി ഭാഷ, ഇതെല്ലാം നമുക്ക് കേട്ട് പരിചയമാണ്. അതിൻ്റെ വിശേഷതകളും കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഘടി ബോലിയാണ്. ഘടി ബോലിനെ ഗരി ബോലി എന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ, അതൊന്ന് ജസ്റ്റ് മനസ്സിൽ വെക്കണേ. ഘടി ബോലിനെ ഗരി ബോലി എന്ന് കൂടി പറയുന്നുണ്ട്. ഈ ഘടി ബോലി എന്താ പറയുക, യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് 1 ദില്ലി, 2 മേരട്ട്, 3 മുസഫർപൂർ, ദെഹ്റാദൂൺ. ഇത് കൂടാതെ വേറെ കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ട് ഈ ഘടി ബോലി യൂസ് ചെയ്യുന്നത്. എന്നാലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ദില്ലി, മേരട്ട്, മുസഫർപൂർ, പിന്നെ ദെഹ്റാദൂൺ, ഈ സ്ഥലങ്ങളിലാണ് ഘടി ബോലി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ടു ഘടി ബോലിയുടെ വേറൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, കൗരവി. ഓക്കെ, ഘടി ബോലിയുടെ വേറൊരു പേരിനെയാണ് എന്തെന്ന് പറയുന്നത്, കൗരവി എന്ന് പറയുന്നത്. പിന്നെ ഇസ്കി പരിനിഷ്ഠിത് രൂപ് ഹേ ഹിന്ദി. ഹിന്ദിയുടെ എന്താ പറയുക, ഘടി ബോലിയുടെ ഒരു ഫോമാണ് അല്ലെങ്കിൽ ഒരു രൂപമാണ് എന്തെന്ന് പറയാം, നമുക്ക് ഹിന്ദി എന്ന് പറയാം. അപ്പോൾ ഹിന്ദി തന്നെയാണ് ഘടി ബോലി തന്നെയാണ് ഹിന്ദി. ഓക്കെ, അപ്പോൾ അതിന് കൗരവി എന്ന് കൂടി പറയുന്നുണ്ട്. പിന്നെ ഇത് ആധുനിക കാലിലെ ഭാഷയാണ് ഘടി ബോലി. നമ്മൾ അതിൻ്റെ ഭാരോപിയ പരിവാറിൽ പ്രാചീന ഭാരതീയ ആര്യഭാഷ നോക്കിയപ്പോൾ അതിൽ നമ്മൾ ഘടി ബോലി കണ്ടിട്ടില്ല, മധ്യകാലീന ആര്യഭാഷയിലും കണ്ടിട്ടില്ല. അവിടെ നിന്ന് വികസിച്ചിട്ട് വന്നിട്ട് ആധുനിക കാലിലാണ് നമ്മൾ ഈ ഘടി ബോലി കാണുന്നത്. അപ്പോൾ ഘടി ബോലി എന്ന് പറയുന്നൊരു ഭാഷ ശരിക്കും ഒന്ന് പ്രചരിച്ചത് ആധുനിക കാലഘട്ടത്തിൽ, മോഡേൺ പീരീഡിലാണ്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് പ്രയോഗം ചെയ്തിരിക്കുന്നത്, ഘടി ബോലിക്ക ഫസ്റ്റ് പ്രയോഗം അമീർ ഖുസ്രോ ആണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഹിന്ദിയുടെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും അല്ലേ. അതിൽ ആദ്യകാലിലാണ് അമീർ ഖുസ്രോ വരുന്നത്. അമീർ ഖുസ്രോയുടെ ഏത് പുസ്തകത്തിലായിരുന്നു, ഖാലിഖ് ഖബാരി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഘടി ബോലിയുടെ ഫസ്റ്റ് പ്രയോഗം നമുക്ക് കാണുന്നത്. അപ്പോൾ ആദ്യകാലിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഘടി ബോലി എന്ന് പറയുന്ന ഒരു ഭാഷ. പക്ഷേ അവിടെ എന്താ പറയുക, പ്രചലിച്ചിട്ടില്ല. ഒരുപാട് പ്രചാരമൊന്നും ആദ്യ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഘടി ബോലി എന്താവുന്നത്, കുറച്ചുകൂടി ഫേമസ് ആവുകയും അതുപോലെ തന്നെ പ്രചരിക്കുകയും ചെയ്യുന്നത് ആധുനിക കാലഘട്ടത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ശൗരസേനി അപഭ്രംശിൽ നിന്ന് പശ്ചിമി ഹിന്ദിയിൽ നിന്നാണ് നമ്മുടെ ഘടി ബോലി ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇത് ഘടി ബോലിയുടെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ കൗരവി ഭാഷ എന്ന് കൂടി പറയുന്നുണ്ട്. ഹിന്ദിയുടെ പരിനിഷ്ഠിത രൂപമാണ്, ആധുനികകാല ഭാഷയാണ്. ഘടി ബോലി ഫസ്റ്റ് യൂസ് ചെയ്തത് അമീർ ഖുസ്രോ, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഖാലിഖ് ഖബാരിയിലാണ്. ഇത് ആദ്യകാലിലാണ്, പക്ഷേ വികാസം ഉണ്ടായിരിക്കുന്നത് ആധുനിക കാലഘട്ടത്തിലാണ്. ഇനി ഘടി ബോലിയുടെ ഘടി ബോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് ഘടി ബോലി കി രചന.
ഫസ്റ്റ് ഖഡീബോലിയുടെ രചന, ഖഡീബോലിയിൽ എഴുതിയിട്ടുള്ള ആദ്യ രചന. നോക്കൂ, ആദ്യ രചന എന്നേ പറഞ്ഞിട്ടുള്ള ഏത് വിധയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ഖഡീബോലിയിൽ എഴുതിയിട്ടുള്ള രചനയാണ് ചന്ദ് ചന്ദ് ബർനൻ കി മഹിമ. ചന്ദ് ചന്ദ് ബർനൻ കി മഹിമ എന്ന് പറയുന്നത് ഖഡീബോലി ഹിന്ദിയിൽ എഴുതിയിട്ടുള്ള ആദ്യ രചനയാണ്. അത് എഴുതിയിരിക്കുന്നത് ഗംഗ് കവിയാണ്. ഗംഗ് കവി എഴുതിയിട്ടുള്ള ചന്ദ് ചന്ദ് ബർനൻ കി മഹിമ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഖഡീബോലിയുടെ രചന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഖഡീബോലി മഹാകാവ്യ. നമുക്കറിയാം മഹാകാവ്യം എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഹാകാവ്യം ഖണ്ഡകാവ്യം ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ഖഡീബോലിയിൽ എഴുതിയിട്ടുള്ള മഹാകാവ്യം എന്ന് പറയുന്നത് പ്രിയപ്രവാസാണ്. പ്രിയപ്രവാസ് കേട്ടിട്ടുണ്ടാവും. ആരുടെയാണ് പ്രിയപ്രവാസ്? ഹരിയോദിൻ്റെയാണ് അല്ലേ? പ്രിയപ്രവാസ് ഹരിയോദിൻ്റെയാണ്. ഹരിയോദിൻ്റെ ഫുൾ നെയിമൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. ഹരിയോദ എഴുതിയിട്ടുള്ളതാണ് പ്രിയപ്രവാസ്. ഫസ്റ്റ് ഖഡീബോലിയുടെ മഹാകാവ്യമാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് രചന ചന്ദ് ചന്ദ് ബർനൻ കി മഹിമ ഗംഗ് കവി. ഫസ്റ്റ് മഹാകാവ്യം എന്ന് പറയുന്നത് പ്രിയപ്രവാസ് ഹരിയോദിൻ്റെ. ഇനി ഖഡീബോലിയുടെ കുറച്ച് വിശേഷതകളാണ്. ഇതിനകത്ത് ദ്വിത് വ്യഞ്ജനം നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. ദ്വിത് വ്യഞ്ജനം എന്ന് പറഞ്ഞാൽ ഈ വ്യഞ്ജനം ഉണ്ടല്ലോ, നമുക്കറിയാം സ്വരമുണ്ട് വ്യഞ്ജനമുണ്ട്. വ്യഞ്ജൻ എന്താണ്? രണ്ടായിട്ട്, അതിനെയാണ് ദ്വിത് എന്ന് പറയുന്നത്. ദ്വിത് വ്യഞ്ജനം നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ബാപ്പു, നമുക്കറിയാം ബാപ്പു എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബാപ്പ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പായാണ്. പക്ഷേ ഇവിടെ രണ്ട് പായുണ്ട്. അങ്ങനെ ദ്വിത് വ്യഞ്ജനം കൂടുതലായിട്ടും ഖഡീബോലിയിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ പേട്ട, ഇതൊക്കെ എക്സാമ്പിളാണ് ബാപ്പു പേട്ട എന്നൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആകാരാന്ത് ശബ്ദ്. ആകാരാന്ത് എന്ന് വെച്ചാൽ എന്താണ്? ആയിൽ അവസാനിക്കുന്ന വാക്കുകൾ കൂടുതലായിട്ട് നമുക്ക് ഖഡീബോലിക്കകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ ഖാന, പീന അല്ലേ, ഇത് നായിൽ അവസാനിക്കുന്നു, ഇത് നായിൽ അവസാനിക്കുന്നു. ഇതെല്ലാം ആയിൽ അവസാനിക്കുന്നത് കൊണ്ട് ആകാരാന്ത് ശബ്ദം നമുക്ക് കൂടുതലായിട്ട് ഖഡീബോലിയിൽ കാണപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ നായായിട്ടും പറയാറുണ്ട്. ജാന എന്നുള്ളതിന് ജാണ. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഖഡീബോലിക്കകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഖഡീബോലിനെ കൗരവി എന്ന് പറയുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിലാണ് അത് വികസിച്ചത്. പിന്നെ അമീർ ഖുസ്രോ ആണ് ഫസ്റ്റ് പ്രയോഗം ചെയ്തത്. പിന്നീട് ഫസ്റ്റ് രചന എന്ന് പറയുന്നത് ചന്ദ് ചന്ദ് ബർനൻ കി മഹിമ ഗംഗ് കവി എഴുതിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ മഹാകാവ്യം, ഫസ്റ്റ് ഖഡീബോലിയിലെ മഹാകാവ്യം എന്ന് പറയുന്നത് പ്രിയപ്രവാസ് ഹരിയോദ എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ ഖഡീബോലിയുടെ പ്രത്യേകത, ഭാരതേന്ദു യുഗിലാണ് ഖഡീബോലി വികസിച്ചത് അല്ലേ? അത് നമുക്കറിയാം. ആധുനിക കാലഘട്ടത്തിൽ ഭാരതേന്ദു യുഗിലാണ് ഈ ഖഡീബോലി വികസിച്ചത്. അതുവരെ പദ്യം ഗദ്യം ഒക്കെ തന്നെ, ഗദ്യം ഉണ്ടായിരുന്നില്ല, ഗദ്യം ഭാരതേന്ദു യുഗ ആധുനിക കാലഘട്ടത്തിലാണ്. അപ്പോൾ അവിടെ മുതലാണ് ഖഡീബോലി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ ഫോർട്ട് വില്യം കോളേജ്, നമുക്കറിയാം 1800 വന്ന ഫോർട്ട് വില്യം കോളേജ് ഈ ഖഡീബോലി വികസിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നമുക്കറിയാം ജോൺ ഗിൽക്രൈസ്റ്റ് ആയിരുന്നു അതിൻ്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു വ്യാകരണ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ അധ്യാപകന്മാരായിട്ടുള്ള സദാ സുഖലാൽ, പിന്നെ സദൽ മിശ്ര, അതുപോലെ തന്നെ ഒരാൾ കൂടി ഉണ്ടല്ലോ, സദൽ മിശ്ര, സദാ സുഖലാൽ, പിന്നെ ഒരാൾ കൂടി ഉണ്ട്, എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല. അവർ 3 പേരും ഈ ഒരു ഫോർട്ട് വില്യം കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. അവരുടെ രചനകളിലെ പ്രേം സാഗർ, നാസികേ ദൗഭാഗ്യാനം, അതുപോലെ തന്നെ സുഖ് സാഗർ, അതെല്ലാം തന്നെ ഫേമസ് ആണ്. അതെല്ലാം ഈ ഖഡീബോലിയുടെ വികാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്കറിയാം ഒരുപാട് പത്രപത്രികകൾ അല്ലേ, ഈ മാഗസിനിലും ന്യൂസ് പേപ്പേഴ്സിലും ഒക്കെയാണ് ഈ ഒരു ഭാഷ വികസിക്കാൻ ഏറ്റവും കൂടുതൽ കൈയെടുത്തിരിക്കുന്നത് ഈ പത്രപത്രികകളാണ്. അപ്പം ഇതും ഒരു ഖഡീബോലിയുടെ വികാസത്തിന് ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. ഖഡീബോലി നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇനിയും കുറേ പഠിക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് ഖഡീബോലിയെക്കുറിച്ചിട്ടുള്ള ഒരു ഏകദേശം ഐഡിയ തരികയാണ്. കാരണം നമുക്ക് ഖഡീബോലി, ബ്രജ്, അവധി ഈ 3 ഭാഷകളെക്കുറിച്ച് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ ഗ്രിയസൻ അറിയുമല്ലോ നമുക്ക്. ഗ്രിയസൻ ആരാണ്? ഹിന്ദി സാഹിത്യം അല്ലേ, ഹിന്ദി സാഹിത്യത്തിൻ്റെ ഇതിഹാസം എഴുതിയിട്ടുള്ള ആദ്യ വ്യക്തിയാണ് ജോർജ് ഗ്രിയസൻ അല്ലേ. ഗ്രിയസൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിൻ്റെ പേരെന്തായിരുന്നു? ഇസ്തവ ദല ലിറ്ററേറ്റ്യൂർ എയ്ൻതുയി എയ്ൻതുസ്ഥാനി എന്നാണ് ഗ്രിയസൻ എഴുതിയിട്ടുള്ള ഹിന്ദി സാഹിത്യ രചനയുടെ പേര്. ഓക്കെ, അദ്ദേഹം ഈ ഖഡീബോലിയെ പറഞ്ഞിരിക്കുന്നത് ടക്സാലി എന്നാണ്. ഖഡീബോലിയെ ഗ്രിയസൻ ടക്സാലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഗ്രിയസൻ ഖഡീബോലിയെ ടക്സാലി ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൗരവി എന്നറിയപ്പെടുന്നത് എന്തിനാണ്? ഖഡീബോലി തന്നെയാണ്. ഇതാണ് ഖഡീബോലിയുടെ കുറച്ച് വിശേഷതകൾ. ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഷയാണ് ഇത് ബ്രജ് ഭാഷ
ഓക്കെ, ബ്രജ് ഭാഷ നമ്മുടെ രണ്ടാമത്തെ ഭാഷയാണ്. ഈ ബ്രജ് ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ അത് ഉള്ള കുറച്ച് സ്ഥലങ്ങളാണ് ആഗ്ര, മഥുര, ഭരത്പൂർ, ഗുരുഗ്രാം എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം തന്നെ ബ്രജ് ഭാഷ പ്രചരിച്ചിട്ടുണ്ട്. നമുക്കറിയാം ബ്രജ് അവധി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സൂർദാസിനെയും തുളസീദാസിനെയും ഒക്കെ ഓർമ്മ വരൂല്ലേ. അപ്പോൾ ഈ ബ്രജ് ഭാഷ പ്രചരിച്ചത് ആഗ്ര, മഥുര, ഭരത്പൂർ, ഗുരുഗ്രാം എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ്. പിന്നെ ഇതും വികസിച്ചിരിക്കുന്നത് പശ്ചിമി ഹിന്ദിയിൽ നിന്നാണ്. നമ്മുടെ ഖഡീബോലിയും വികസിച്ചിരിക്കുന്നത് പശ്ചിമി ഹിന്ദിയിൽ നിന്നാണ്. ബ്രജ് ഭാഷയും വികസിച്ചിരിക്കുന്നത് പശ്ചിമി ഹിന്ദിയിൽ നിന്നാണ്. ഓക്കെ, പിന്നെ ഇതിൽ ബ്രജ് ഭാഷയിലെ മെയിൻ ആൾക്കാരാണ് സൂർദാസ്. നമുക്കറിയാം സൂർദാസ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ പലതും ബ്രജ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പദമൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പഠിക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം ബ്രജ് ഭാഷയുടെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നന്ദദാസ് അറിയാം, ഭക്തി കാലഘട്ടത്തിലെ കവിയാണ്. അദ്ദേഹവും എന്ത് തന്നെയാണ് ബ്രജ് ഭാഷ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ രീതികാലിലാണ് ഘനാനന്ദ്, കേശവ് അവരൊക്കെ വരുന്നത്. അപ്പോൾ അവരെല്ലാം ബ്രജ് ഭാഷ യൂസ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് അഷ്ടചാബില കവികളും അതുപോലെ തന്നെ രീതികാലീന കവികളുമാണ് ബ്രജ് ഭാഷ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം രീതികാലിൽ വരുന്ന ഘനാനന്ദിനെ എന്ത് പറയുന്നുണ്ട്? ബ്രജ് ഭാഷാ പ്രവീൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ബ്രജ് ഭാഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓകാരാന്ത് ശബ്ദങ്ങൾ അധികമായിരിക്കും. ഔവിൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾ അധികമായിരിക്കും. ഇപ്പോൾ ആയോ, ഗയോ, നമ്മൾ ആയേ ഗയേ എന്നൊക്കെ പറയുന്നതിന് പകരം ആയോ, ഗയോ എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ഉത്തം പുരുഷ ഏകവചൻ. ഗ്രാമറിൽ നമുക്കറിയാം പുരുഷവാചക സർവനാമം നമ്മൾ പഠിക്കുന്നതാണ്. അതിൽ ഉത്തം പുരുഷ വരുന്നുണ്ട്. ഉത്തം പുരുഷ ഏകവചൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ഭാഷയിലാണ്? ബ്രജ് ഭാഷയിലാണ്. ഓക്കെ, ഇതാണ് ബ്രജ് ഭാഷയെക്കുറിച്ചുള്ള ഏകദേശ ഐഡിയ. അപ്പോൾ സൂർദാസിനെയൊക്കെ നല്ല ഓർത്തിരിക്കുക, ഘനാനന്ദ്, രീതികാലീന കവികളിലെയും ഓർത്തിരിക്കുക. അവരൊക്കെ ബ്രജ് ഭാഷ യൂസ് ചെയ്തതാണ്. പിന്നെ ബ്രജ് ഭാഷ ഭൂമി എന്ന് പറയുന്നത് ആഗ്ര, മഥുര, ഭരത്പൂർ, അതുപോലെ തന്നെ ഗുരുഗ്രാം ഇവിടെയെല്ലാം ആണ് ഈ ബ്രജ് ഭാഷ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഖഡീബോലി കഴിഞ്ഞു, ബ്രജ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നതാണ് ഏത്? അവധി ഭാഷ. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ഭാഷയാണ് അവധി ഭാഷ. അവധി ഭാഷ യൂസ് ചെയ്തിരിക്കുന്നത് ലഖ്നൗ, ഉന്നാവ്, കാൺപൂർ, സീതാപൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് അവധി ഭാഷ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ അവധി ഭാഷ വികസിച്ചിരിക്കുന്നത് അർദ്ധമാഗധിയിൽ നിന്നാണ്. മറ്റേ രണ്ടും പശ്ചിമി ഹിന്ദി, ശൗരസേനി അപഭ്രംശിൽ നിന്നാണ് വികസിച്ചത്. അതുപോലെ തന്നെ അവധി ഭാഷ വികസിച്ചിരിക്കുന്നത് ഇതിൽ നിന്നാണ്? അർദ്ധമാഗധി അപഭ്രംശിൽ നിന്നാണ്. പിന്നെ അവിടെ നമ്മൾ സൂർദാസിനെയും അഷ്ടചാബില കവികളും അതുപോലെ തന്നെ രീതികാലീന കവികളും ഒക്കെ പറഞ്ഞു. അതുപോലെ അവധി ഭാഷയിൽ വരുന്ന കവികളാണ് തുളസീദാസും ജായ്സിയും മുല്ലാ ദാവൂദും ഒക്കെ. തുളസീദാസിൻ്റെ രാംചരിത് മാനസ് എഴുതിയിരിക്കുന്നത് അവധി ഭാഷയിലാണ്. അതുപോലെ തന്നെ ജായ്സിയുടെ പത്മാവത്, നമ്മൾ അതിൻ്റെ സിനിമയൊക്കെ ഇറങ്ങി കണ്ടിട്ടുണ്ടാകും പത്മാവതി എന്ന് പറഞ്ഞിട്ട്. ഈ പത്മാവത് എന്ന് പറയുന്ന ഒരു രചന മലിക് മുഹമ്മദ് ജായ്സി എഴുതിയിട്ടുള്ള രചനയും എഴുതിയിരിക്കുന്നത് അവധി ഭാഷയിലാണ്. പിന്നെ മുല്ലാ ദാവൂദിൻ്റെ ചന്ദായൻ, പിന്നെ അതുപോലെ തന്നെ സൂഫി സന്ത്, അവരെല്ലാം തന്നെ അവധി ഭാഷയിലാണ് കൂടുതലായിട്ട് രചനകൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവധി ഭാഷയും ഒരു പ്രമുഖ ഭാഷയാണ്. ഖഡീബോലി, ബ്രജിനെ പോലെ അവധിയും ഒരു പ്രമുഖ ഭാഷയാണ്. പിന്നെ അവധിയുടെ ഭാഷ യൂസ് ചെയ്യുമ്പോൾ വരുന്ന പ്രത്യേകതകളാണ് ഇപ്പം ഔ എന്ന് പറയുന്ന അക്ഷരം എടുക്കുമ്പോൾ അതിന് എഴുതുന്നത് ഔ എന്നാണ്. അതുപോലെ തന്നെ യാ ആണെങ്കിൽ ജായാണ് അവർ എഴുതുക. ഇപ്പോൾ യശോദ എന്ന് പറയുമ്പോൾ അവധിയിൽ അതിനെ ജസോദ എന്നാണ് പറയുക. അതുപോലെ തന്നെ വാ ആണെങ്കിൽ ബായായിട്ടും, ഷായ ആണെങ്കിൽ ഖായായിട്ടും, നോക്കൂ ഷായ ആണെങ്കിൽ ഖായായിട്ടും, ലാ ആണെങ്കിൽ റാ ആയിട്ടും യൂസ് ചെയ്യുന്നത് ഏത് ഭാഷയിലാണ്? അവധി ഭാഷയിലാണ്. അപ്പോൾ ഇതാണ് ഖഡീബോലി, ബ്രജ്, അവധി ഭാഷയുടെ പ്രത്യേകതകൾ. ഖഡീബോലി, ബ്രജ്, അവധി ഭാഷയുടെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ. ഇനി അടുത്തത് പറയുന്നത് ഹിന്ദിയുടെ ബോലികളുടെ വേറെ പേരാണ്. നമ്മൾ ഉപഭാഷ പറഞ്ഞു അല്ലേ, പശ്ചിമി ഹിന്ദി, പൂർവി ഹിന്ദി, പഹാഡി ഹിന്ദി, രാജസ്ഥാനി, ബിഹാരി 5 ഉപഭാഷകളാണെന്ന് പറഞ്ഞു. അതിലെ ബോലികളൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ബോലികൾക്ക് തന്നെ വേറെ പേര് കൂടിയുണ്ട്. ഈ ഹിന്ദിയുടെ ബോലികൾ വേറെ പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഏതൊക്കെ പേര്, ഏതെങ്കിലും പേര് തന്നിട്ട് ഇതേത് ഭാഷയുടെ മറ്റേ പേരാണ് അല്ലെങ്കിൽ വേറെ ഏത് ഭാഷയുടെ ദൂസരി നാമാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. അപ്പോൾ ഒന്നാമത്തേന്ന് പറയുന്നത് അവധി ഭാഷ. അവധി ഭാഷേനെ കൗസാലി ബൈൻസ്വാടി എന്ന് പറയാറുണ്ട്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ബൈൻസ്വാടി ഭാഷ ഏതിൻ്റെ പേരാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവധി ഭാഷയുടെ വേറെ പേരാണ് കൗസലി ബൈൻസ്വാടി എന്ന് പറയുന്നത്. കൗസലി ബൈൻസ്വാടി എന്ന് പറയുന്നത് അവധി ഭാഷയുടെ വേറൊരു പേരാണ്. അതുപോലെ തന്നെ ബ്രജ് ഭാഷയെ
അന്തർവേദി എന്ന് പറയുന്നുണ്ട്. അന്തർവേദി എന്ന് വെച്ചാൽ ബ്രജുഭാഷയുടെ വേറൊരു പേരാണ്. ഓക്കെ, അവധി, കൗസലി, ബൈൻസ്വാടി. ബ്രജുഭാഷയുടെ വേറൊരു പേരാണ് അന്തർവേദി. പിന്നെ കൗരവി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൗരവി എന്ന് പറഞ്ഞാൽ അത് ഖടി ബോലി, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ദില്ലി ബോലി. ദില്ലി, മീററ്റ് അതിൻ്റെയൊക്കെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ സംസാരിക്കുന്നതാണ് ഈ ഖടി ബോലി. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ദില്ലി ബോലി എന്ന് കൂടി പറയുന്നുണ്ട്. ഖടി ബോലി, കൗരവി. ഈ കൗരവി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാഹുൽ സാങ്കൃത്യായനാണ്. കാരണം അത് പ്രദേശ് നമുക്കറിയാം, മുമ്പ് കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയാണല്ലേ, കുരുനഗരി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് സംസാരിക്കുന്നതായതുകൊണ്ട് അതിന് കൗരവി എന്ന് രാഹുൽ സാങ്കൃത്യായനാണ് പറഞ്ഞത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേ ഉള്ളൂ. അപ്പോൾ കൗരവിയുടെ വേറെ പേരാണ് ഖടി ബോലി, അതുപോലെ തന്നെ ദില്ലി ബോലി എന്ന് പറയുന്നത്. പിന്നെ ഹരിയാണവിയുടെ വേറെ പേരാണ് ബംഗുരു ദേശ്വാലി. ബംഗുരു ദേശ്വാലി എന്ന് പറയുന്നത് ഹരിയാണവീൻ്റെ വേറെ പേരുകളാണ്. പിന്നെ അതുപോലെ തന്നെ ബുന്ദേലിയുടെ വേറെ പേരാണ് ബുന്ദേൽഖണ്ഡി. അത് നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലേ, ബുന്ദേൽഖണ്ഡി. അതുപോലെ തന്നെ ഛത്തീസ്ഗഡി ആണെങ്കിൽ ഗൽറ്റാഹി ലറിയ. എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിയുടെ വേറെ പേരാണ്. അതുപോലെ തന്നെ ടിങ്കൽ ഭാഷേനെ ഭാട്ട് ഭാഷ എന്ന് പറയുന്നുണ്ട്. ഡിങ്കൽ ഭാഷേനെ ഭാട്ട് ഭാഷ. നമുക്കറിയാം ആദ്യകാലഘട്ടത്തിൽ നമ്മുടെ ഹിന്ദിയുടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ആദ്യകാലനകത്ത് കൂടുതലായിട്ടും ഡിങ്കൽ കവികളായിരുന്നു അല്ലേ. അതിനെ ഭാട്ട് കവി എന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിനെ ഡിങ്കൽ ഭാഷേനെ ഭാട്ട് ഭാഷ എന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. ഈ ഡിങ്കൽ ഭാഷ ഏതൊക്കെ ചേർന്നിട്ടുള്ളതാണ്? രാജസ്ഥാനി മിശ്രിത് അപഭ്രംശിനെയാണ് നമ്മൾ ഡിങ്കൽ എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കണേ. രാജസ്ഥാനി മിശ്രിത അപഭ്രംശിനെയാണ് ഡിങ്കൽ എന്ന് പറയുന്നത്. പിന്നെ പിങ്കൾ എന്ന് പറഞ്ഞാൽ നോക്കൂ, ബ്രജഭാഷാ മിശ്രിത അപഭ്രംശം. ഡിങ്കൽ രാജസ്ഥാനി മിശ്രിത അപഭ്രംശം, പിങ്കൾ ബ്രജഭാഷാ മിശ്രിത അപഭ്രംശമാണ്. ഈ പിങ്കളിനെ ഏത് ഭാഷ എന്ന് കൂടി പറയുന്നുണ്ട്? നാഗ് ഭാഷ എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ നാഗ് ഭാഷ എന്നറിയപ്പെടുന്നത് പിങ്കളാണ്. പിന്നെ അതുപോലെ തന്നെ ബഘേലിനെ റിവായി എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഹിന്ദിയുടെ ബോലികളുടെ വേറെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദി ബോലിയുടെ വേറെ പേരുകൾ. അപ്പോൾ അവധിയാണെങ്കിൽ കൗസലി, ബൈസ്വാടി. ബ്രജ് ഭാഷയാണെങ്കിൽ അന്തർവേദി. കൗരവി ആണെങ്കിൽ ഖടി ബോലി, ദില്ലി ബോലി. ഹരിയാണവി ആണെങ്കിൽ ബംഗുരു ദേശ്വാലി. ബുന്ദേലി ആണെങ്കിൽ ബുന്ദേൽഖണ്ഡി. അതുപോലെ തന്നെ ഛത്തീസ്ഗഡി ആണെങ്കിൽ ഖൽട്ടാഹി ലറിയ. ഡിങ്കലാണെങ്കിൽ ഭാട്ട് ഭാഷ. പിങ്കളാണെങ്കിൽ നാഗ് ഭാഷ. ബഘേലി ആണെങ്കിൽ റിവായി. പിന്നെ ഡിങ്കൽ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനി മിശ്രിത അപഭ്രംശം, പിങ്കൾ എന്ന് പറഞ്ഞാൽ ബ്രജഭാഷാ മിശ്രിത അപഭ്രംശമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹിന്ദി ബോലി, അതിൻ്റെ വേറെ പേരുകൾ. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ വീഡിയോയിൽ ആദ്യം ഖടി ബോലി എന്താണ്, ഖടി ബോലിയുടെ കുറച്ച് പ്രത്യേകതകൾ, വിശേഷതകൾ നോക്കി. പിന്നെ അതുപോലെ തന്നെ ബ്രജ് ഭാഷ എന്താണ്, അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നോക്കി. പിന്നെ അവധി ഭാഷ നോക്കി. പിന്നെ ഹിന്ദിയുടെ ബോലികളുടെ വേറെ പേര്. അതാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സിലബസിലുള്ള വേറൊരു ടോപ്പിക്കാണ് ഹിന്ദിക്ക് വിവിധ രൂപ് എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം ഹിന്ദി നമ്മൾ മുമ്പ് വരെ എന്ത് പഠിച്ചു? ഹിന്ദി ഉണ്ടായത് എങ്ങനെയാണ്, ഏതൊക്കെ ഭാഷകളിൽ നിന്ന് പരിണമിച്ച് അല്ലെങ്കിൽ ഏതൊക്കെ കാലഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഹിന്ദി ഉണ്ടായെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഹിന്ദിയുടെ ബോലികൾ, അങ്ങനെയുള്ള ഉപഭാഷകളെല്ലാം പറഞ്ഞു അല്ലെ, ഉപഭാഷയും ബോലിയും പറഞ്ഞു. ഇനി ഹിന്ദിയുടെ വിവിധ രൂപങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഹിന്ദിയുടെ വിവിധ രൂപങ്ങൾ നമ്മുടെ സിലബസിലുള്ളതാണ്. അതിനകത്ത് ഹിന്ദി, ഉറുദു, ദക്ഷിണി ഹിന്ദി, ഹിന്ദുസ്ഥാനി, ഇത് 4 ഹിന്ദിയുടെ വിവിധ രൂപിനകത്ത് കൊടുത്തിരിക്കുന്നത് സിലബസിൽ. അപ്പോൾ അതാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. ഹിന്ദിയുടെ വിവിധ രൂപിനകത്ത് ഫസ്റ്റ് വരുന്നത് ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായി എന്താണ് ഹിന്ദി, ഏത് ലിപിയിലാണ് എഴുതുന്നത് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഖടി ബോലി മേ തത്സം ശബ്ദ ജോഡ് കർ ബനാത്താ ഹെ. ഖടി ബോലിയിൽ തത്സം ശബ്ദം എന്താണ്? നമ്മുടെ ശബ്ദവിചാർ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം തത്സം ശബ്ദം എന്ന് വെച്ചാൽ സംസ്കൃത സെ ജ്യോം കാ ത്യോം ഹിന്ദി മേ പ്രയുക്ത് ഹോനെ വാലി ശബ്ദോं को തത്സം ശബ്ദ कहलाता है അല്ലേ. സംസ്കൃതത്തിൽ നിന്ന് ജ്യോം കാ ത്യോം എന്ന് വെച്ചാൽ എന്താണ്? അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദിയിലേക്ക് എടുത്തിരിക്കുന്ന വാക്കുകളെയാണ് തത്സം ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഖടി ബോലിയുടെ ഒപ്പം കൂടുതൽ ഈ സംസ്കൃത വാക്കുകൾ യൂസ് ചെയ്തിട്ട് പ്രയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഹിന്ദി എന്ന് പറയുന്നത് അല്ലേ. തത്സം ശബ്ദത്തിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്?
ഇപ്പം നമ്മൾ അഗ്നി ഒരു സംസ്കൃത വാക്കാണ്, നമ്മൾ അതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്വർഗ്, പുത്രി, ഇതെല്ലാം സംസ്കൃതമാണ്, നമ്മൾ അതുപോലെ യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ തത്സം ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഖഡീബോലിയുടെ ഒപ്പം തത്സം ശബ്ദം ചേർത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹിന്ദി എന്ന് പറയുന്നത്. പിന്നെ ദേവനാഗരി ലിപിയിലാണ് എഴുതുന്നത്. ഹിന്ദി ദേവനാഗരി ലിപിയിലാണ് എഴുതുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു ദേവനാഗരി ലിപി എന്ന് വെച്ചാൽ ബ്രാഹ്മി ലിപി എന്നാണ് ദേവനാഗരി ലിപി വികസിച്ച് വന്നിരിക്കുന്നത് അല്ലേ. അതിൽ ഗുപ്തലിപി, കുടിൽ ലിപി, ഉത്തരീ ശൈലിയിലെ ഗുപ്തലിപി, കുടിൽ ലിപി എന്നാണ് ദേവനാഗരി ലിപി വന്നിരിക്കുന്നത് ബ്രാഹ്മി ലിപിയിലെന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രത്യേകത തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഖഡീബോലിൽ തത്സം ശബ്ദം ചേർത്തിട്ടാണ് ഹിന്ദി ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ എഴുതുന്നത് ദേവനാഗരി ലിപിയിലാണ്, അത് നമുക്കറിയാം. പിന്നെ അടുത്തത് ഭാരതിക്ക് രാജ്ഭാഷ, ഒഫീഷ്യൽ ലാംഗ്വേജ്. നമ്മുടെ ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ഹിന്ദി തന്നെയാണ്, നമുക്കറിയാം അല്ലേ. അനുച്ഛേദ് 343 അല്ലേ, അനുച്ഛേദ് 343 के अंतर्गत देवनागरी लिपि में लिखित हिंदी को राजभाषा माना है അല്ലേ. അനുച്ഛേദ് 343 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 343 പറയുന്നുണ്ട് ഭാരതത്തിലെ രാജ്ഭാഷ എന്ന് പറയുന്നത്, ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ദേവനാഗരി ലിപിയിൽ എഴുതിയിട്ടുള്ള ഹിന്ദിയാണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഭാരതത്തിലെ രാജഭാഷയാണ് ഹിന്ദി. പിന്നെ ഹിന്ദുസ്ഥാനി ഭാഷാക്ക ഏകീകൃത രൂപ്, ഹിന്ദുസ്ഥാനി ഭാഷ നമുക്കിനി പഠിക്കാനുണ്ട്. ഈ ഹിന്ദുസ്ഥാനി ഭാഷയുടെ ഒരു ഏകീകൃത രൂപമായിട്ട്, ഒരു മിശ്രണമായിട്ട് നമുക്ക് ഇതിനെ പറയാം, ഹിന്ദി ഭാഷയെ പറയാം. പിന്നെ ബാരോപിയ പരിവാർ കി ഭാഷ, നമുക്കറിയാം. നമ്മൾ ഭാഷ ഉണ്ടായത് അല്ലെങ്കിൽ ഹിന്ദി ഉണ്ടായത് നോക്കുമ്പോൾ മുതൽ നമ്മൾ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഭാരോപിയ പരിവാർ എന്ന് പറയുന്നത്. ഭാരോപിയ പരിവാർ അതിൽ കേന്ദുവും സാധവും ഉണ്ട്. സാധത്തിൽ നിന്ന് ഭാരതി ഇറാനിയിൽ നിന്ന് ഇറാനി ധരത് ഭാരതീയാര്, പിന്നെ ഭാരതീയാരിൽ നിന്ന് പ്രാചീനും മധ്യകാലം ആധുനികകാലം, അതിൽ ആധുനികകാലിൽ നിന്നാണെന്ന് നമ്മൾ ഹിന്ദി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഏതാണ്? ഭാരോപിയ പരിവാറാണ്. അപ്പോൾ ഇത് ഭാരോപിയ പരിവാറിലെ ഭാഷയാണ്. പിന്നെ ഭാരത് മേ അധികതർ ലോഗ് ബോൾനെ ഔർ സമജ്നെ കി ഭാഷ, ഭാരതത്തിലെ അധികം ആൾക്കാരും അധികം ആൾക്കാരും സംസാരിക്കുന്നതും അധികതർ ലോഗ് ബോൾനെ ഔർ സമജ്നെ കി ഭാഷ, അധികം ആൾക്കാരും സംസാരിക്കുന്നതും അതുപോലെ തന്നെ എഴുതുന്ന ഭാഷയാണ് ഹിന്ദി. അതുകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ, ഇപ്പല്ല മുൻപ്, നമ്മുടെ ഗാന്ധിജി ഹിന്ദിയെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? രാഷ്ട്രഭാഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം അറിയാത്തവരൊക്കെ പറയും ഹിന്ദി എന്താണ് പഠിക്കുന്നത്? ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹേ എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും എന്താണ്? തെറ്റാണ് അല്ലേ. നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദി മാത്രമല്ല, നമ്മുടെ ആർട്ടിക്കിൾ 8ലുള്ള 22 ഭാഷകൾക്കും രാഷ്ട്രഭാഷ എന്നുള്ളൊരു പദവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹിന്ദി മാത്രമാണ് രാഷ്ട്രഭാഷ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഹിന്ദിയും രാഷ്ട്രഭാഷയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഭാരതത്തിൽ അധികം ആൾക്കാർ സംസാരിക്കുന്നതും എഴുതുന്നതുമായിട്ടുള്ള ഭാഷയാണ്. അപ്പോൾ ഇതാണ് ഹിന്ദിയെക്കുറിച്ചുള്ള കുറച്ച് ഐഡിയ. ഖഡീബോലിയിലാണ്, ദേവനാഗരി ലിപിയാണ്, ഭാരതത്തിലെ രാജഭാഷയാണ്, ഹിന്ദുസ്ഥാനിയുടെ മിശ്രണമാണ്, ഭാരോപിയ പരിവാറുണ്ട്, പിന്നെ ഭാരോപിയ പരിവാറിലെ ഭാഷയാണ്, പിന്നെ അതുപോലെ തന്നെ അധികം ആൾക്കാർ സംസാരിക്കുന്നതും എഴുതുന്നതുമായിട്ടുള്ള ഭാഷയാണ് ഹിന്ദി ഭാഷ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹിന്ദിയെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്തതാണ് ഉറുദു. അടുത്ത ഭാഷയാണ് ഉറുദു. അപ്പോൾ ആദ്യം തന്നെ നോക്കണം, ഈ ഉറുദു ശബ്ദ് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഉറുദു ശബ്ദ്, ആ വാക്ക് ഏത് ഭാഷയിലെ ശബ്ദമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറുദു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഉറുദു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറബി വാക്കായിരിക്കും അല്ലെങ്കിൽ ഫാർസി വാക്കായിരിക്കും എന്ന് നമുക്ക് തോന്നും. പക്ഷെ ശരിക്കും ഈ ഉറുദു എന്ന് പറയുന്ന വാക്ക് തുർക്കി ശബ്ദമാണ്. ഉറുദു ശബ്ദ് ഏതിൽ നിന്ന് എടുത്താണെന്ന് ചോദിച്ചാൽ തുർക്കിയാണ് അത് ശരിക്കും അതിൻ്റെ. ഇപ്പം നമ്മൾ പെട്ടെന്ന് അറബിയിലെ ശബ്ദമായിരിക്കും, അറബിയിലെ വാക്കായിരിക്കും ഉറുദു എന്ന് തോന്നും. പക്ഷെ അല്ല, ഉറുദു ശബ്ദം എന്ന് പറയുന്നത് തുർക്കി വാക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഖഡീബോലി में अरबी फारसी शब्दों का प्रयोग, ഖഡീബോലി में अरबी फारसी शब्दों का प्रयोग से उर्दू बनता है. ഇവിടെ നമ്മൾ കണ്ടു ഖഡീബോലിക്കകത്ത് തത്സം, സംസ്കൃത के तत्सम शब्द जोड़कर बनता है, लेकिन उर्दू जो है खड़ीबोली में अरबी फ़ारसी शब्दों को जोड़कर बनता है. പിന്നെ ഫാറസി ലിപി, അത് നമ്മൾ ദേവനാഗരി ലിപിയിലാണ് എഴുതുന്നത്. ഉറുദു ഫാറസി ലിപിയിലാണ്, അതിനെ നസ്താലിക് ലിപി എന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ. ഫാറസി ലിപിയിലാണ് എഴുതുന്നത്, അതിന് നസ്താലിക് ലിപി എന്ന് കൂടി പറയുന്നുണ്ട്. നമുക്കറിയാം ദേവനാഗരി ലിപി എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്.
ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ദേവനാഗരി ലിപി. ഈ നസ്താലിക് ലിപി എന്ന് വെച്ചാൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, അറബി എഴുതുന്ന പോലെ റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. പിന്നെ ഹിന്ദുസ്ഥാനി കാ മാനകീകൃത രൂപ്, ഹിന്ദുസ്ഥാനി ഭാഷയുടെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാണ് ഉറുദു എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഉറുദുവിനെ കുറിച്ചിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളാണ്. പാകിസ്ഥാൻ കി രാഷ്ട്രഭാഷയാണ്. നമ്മൾ അവിടെ പറഞ്ഞു ഇന്ത്യയിലെ രാജഭാഷയാണ് ഹിന്ദി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ രാഷ്ട്രഭാഷയാണ് ഏതെന്ന് പറയുന്നത് ഉറുദു എന്ന് പറയുന്നത്. ഉറുദുവും ഭാരോപിയ പരിവാറിലെ ഭാഷയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ജമ്മു കാശ്മീരിലെ പ്രശാസനിക് ഭാഷയായിട്ട് യൂസ് ചെയ്യുന്നത് ഏതിനെയാണ്? ഉറുദുവിനെയാണ്. ജമ്മു കാശ്മീരിലെ പ്രശാസനിക് ഭാഷയായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഉറുദു ആണ്. പ്രശാസനിക് ഭാഷ എന്ന് വെച്ചാൽ ഭരണഭാഷ. ഓക്കെ, ജമ്മു കാശ്മീർ നമുക്കറിയാം ഇപ്പോഴും ജമ്മു കാശ്മീർ ആ ഭാഗങ്ങൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നമുക്കറിയാം പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജമ്മു കാശ്മീരിൽ പ്രശാസനിക് ഭാഷ ഭരണഭാഷയായിട്ട് യൂസ് ചെയ്യുന്നത് ഉറുദു ആണ്. പിന്നെ ഹിന്ദിയിലെ കവികൾ അല്ലെങ്കിൽ രചനാകാരന്മാർ പറയാതിരുന്നത് നമുക്കറിയാം ഇപ്പോൾ ഉള്ള അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കൂടുതൽ പേരും ഏതാണ്? ഹിന്ദി ഭാഷയിലെ ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഉറുദു ഭാഷയിലെ രചനാകാരന്മാർ അമീർ ഖുസ്ര നമുക്കറിയായതാണ്. ഖടി ബോലി ആദ്യമായിട്ട് യൂസ് ചെയ്ത ആളാണ് അല്ലേ? ഈ അമീർ ഖുസ്ര, അതുപോലെ തന്നെ മീർ സാഹബ്, പ്രേംചന്ദ്, ഇവരെല്ലാം തന്നെ ഉറുദു ഭാഷയിലെ റൈറ്റേഴ്സാണ്. പ്രേംചന്ദ്രൻ നമുക്കറിയാമല്ലേ, നവാബ് റായ് എന്ന് വെച്ചിട്ടാണ് അദ്ദേഹം, ആ പേരിലാണ് ഉറുദുവിൽ എഴുതിയിരിക്കുന്നത് അല്ലേ. ഒരുപാട് രചനകൾ എഴുതിയിട്ടുണ്ട് അല്ലേ. സൗസേവദൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കഥാസംഗ്രഹം അല്ലെ, കഹാനി സംഗ്രഹിനെ അംഗ്രേസി സർക്കാർ കൊളുത്തിയ കാര്യങ്ങളും കത്തിച്ച കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാം. അപ്പോൾ പ്രേംചന്ദ്, അമീർ ഖുസ്രോ, മീർ സാഹബ് അവരെല്ലാം തന്നെ ഉറുദുവിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉപഭാഷ, ഉറുദുവിൻ്റെ ഉപഭാഷയുണ്ട് റേഖ്ത, ദഖിനി, ഖടി ബോലി. ഉപഭാഷ, ഉറുദുവിൻ്റെ ഉപഭാഷയാണ് രേഖ്ത, ദഖിനി, അതുപോലെ തന്നെ ഖടി ബോലി. ഇത് മൂന്നും ഉപഭാഷയാണ് ഇതിൻ്റെ ഉറുദുവിൻ്റെ. ഈ രേഖ്ത എന്ന് പറയുന്നതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഉറുദു കാ ആരംഭിക് നാം ജോ ഹെ രേഖ്ത ഹെ. രേഖ്ത എന്ന് പറയുന്നതാണ് ഉറുദുവിൻ്റെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത്. ഇതാണ് ഉറുദുവിനെ കുറിച്ചിട്ടുള്ള വിശേഷതകൾ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഉറുദുവിനെ കുറിച്ചിട്ടുള്ള വിശേഷതകൾ. ഇനി അടുത്തത് ദഖിനി ഹിന്ദിയാണ്. മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് ദഖിനി ഹിന്ദിയാണ്. അതിന് നമ്മൾ ദഖിനി ഹിന്ദി എന്നും ദക്കനി ഹിന്ദി എന്നും എഴുതാം. ദഖിനി ഹിന്ദിയാണ് മൂന്നാമത്തെ, വിവിധ രൂപിനകത്ത് വരുന്ന മൂന്നാമത്തെ ഭാഷ. ദഖിനി ഹിന്ദിയെ ദക്കനി ഹിന്ദി എന്ന് കൂടി പറയുന്നുണ്ട്. പിന്നെ ഉറുദു ജബാൻ കി ബോലിയാണ്, അതായത് ഏകദേശം ഉറുദു പോലെ ഉച്ചരിക്കുന്ന ഒരു ബോലിയാണ് ദഖിനി ഹിന്ദി എന്ന് പറയുന്നത്. ഹിന്ദി കാ പൂർവി രൂപ്, നമ്മുടെ ഹിന്ദി നമ്മൾ മുമ്പ് ഫസ്റ്റ് പറഞ്ഞല്ലോ ഹിന്ദിയുടെ പൂർവി രൂപമായിട്ട് നമ്മൾ ദഖിനി ഹിന്ദിയെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലിപി എന്ന് പറയുന്നത് ഫാരസി ലിപിയാണ്. നമുക്കറിയാം ഫാരസി ലിപി എന്ന് വെച്ചാൽ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് എഴുതുന്നത്? അറബി പോലെയാണ്, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ് എഴുതുന്നത്. അപ്പോൾ ദഖിനി ഹിന്ദിയും ഈ ഒരു ലിപിയിലാണ് എഴുതപ്പെടുന്നത്. ഇതാണ് ദഖിനി ഹിന്ദിയുടെ വിശേഷതകൾ. അപ്പോൾ നമ്മൾ ഖടി ബോലി നോക്കി, പിന്നെ അതുപോലെ തന്നെ ഉറുദു നോക്കി, മൂന്നാമതായിട്ട് നമ്മൾ ദഖിനി ഹിന്ദി നോക്കി. ഇനി നാലാമതായിട്ടാണ് ഹിന്ദുസ്ഥാനി നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഉറുദു എന്ന് പറയുന്നത് ഏത് ശബ്ദമാണെന്ന് പറഞ്ഞു? തുർക്കി ശബ്ദമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന വാക്ക് പേർഷ്യൻ ശബ്ദമാണ്. ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന വാക്ക് പേർഷ്യൻ ശബ്ദമാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, പുരാനി ഹിന്ദിയോടൊപ്പം ഉറുദുവും അംഗ്രേസിയും ചേർത്തിട്ടാണ് എന്തെഴുതുന്നത്? ഹിന്ദുസ്ഥാനി ഭാഷ എഴുതുന്നത്. പുരാനി ഹിന്ദി, പഴയ ഹിന്ദിയും അതിനോടൊപ്പം ഉറുദുവും പിന്നെ അംഗ്രേസിയും ഇംഗ്ലീഷും കൂടി ചേർത്തിട്ടാണ് ഹിന്ദുസ്ഥാനി ഭാഷ എഴുതുന്നത്. പിന്നെ ബോൾചാൽ കേലി ഉപയുക്ത ഭാഷ, സംസാരിക്കാൻ വേണ്ടിയിട്ട് വളരെ സരളമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ലൊരു ഭാഷയാണ് ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത്. പിന്നെ ഭാരോപിയ പരിവാറിലെ ഭാഷയാണ്. ലിപി എന്ന് പറയുന്നത് ദേവനാഗരി ലിപിയിലും എഴുതും, ഫാർസി ലിപിയിലും എഴുതും ഹിന്ദുസ്ഥാനി. ഓക്കെ, ദേവനാഗരിയിലും എഴുതും, ഫാർസി ലിപിയിലും ഈ ഒരു ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ഭാഷ എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മൾ ഖടി ബോലി നോക്കി. ഖടി ബോലി നമ്മൾ കൗരവി എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ത് പറഞ്ഞു? ദേവനാഗരി ലിപിയിലാണ് ഖടി ബോലി അല്ല, ഹിന്ദി നോക്കി. ഖടി ബോലി എന്ന് പറയുന്നുണ്ട്. തസം ശബ്ദ്, ഖടി ബോലിൽ തസം ശബ്ദ് ചേർത്തിട്ടാണ് ഹിന്ദി എഴുതുന്നത്. ദേവനാഗരി ലിപിയിലാണ്, ഭാരതത്തിലെ രാജഭാഷയാണെന്ന് പറഞ്ഞു. ഭാരോപിയ പരിവാറിലെ ഭാഷയാണ്. പിന്നെ ഹിന്ദുസ്ഥാനിയുടെ ഏകീകൃത രൂപ എന്ന് പറഞ്ഞു. ഭാരതത്തിലെ അധികം ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ ഒരു അനുച്ഛേദം 343 ഓർത്തിരിക്കണം. പിന്നെ ഉറുദു എന്ന് പറയുന്നത് തുർക്കി ശബ്ദമാണ്. ഖടി ബോലിയിൽ അറബി ഫാർസി ശബ്ദങ്ങൾ ചേർത്തിട്ടാണ് ഉറുദു എഴുതുന്നത്. ഫാർസി ലിപി അല്ലെങ്കിൽ നസ്താലിക് ലിപി അത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. പിന്നെ ഹിന്ദി
ഹിന്ദിയുടെ മാനകിക രൂപമാണ് ഉറുദു എന്ന് പറഞ്ഞു. പിന്നെ പാകിസ്ഥാനിലെ രാഷ്ട്രഭാഷയാണ് ഉറുദു. ഭാരോപി പരിവാറിലെ ഭാഷയാണ്. പിന്നെ ജമ്മു കാശ്മീരിൽ പ്രശാസനിക ഭാഷയായിട്ട് യൂസ് ചെയ്യുന്നത് ഉറുദു ആണ്. ഇതുകൂടാതെ അമീർ ഖുസ്രോ, മീർ സാഹബ് അവരെ പ്രേംചന്ദ് എല്ലാം ഈ ഉറുദുവിൽ എഴുതിയിട്ടുണ്ട്. ഉപഭാഷയാണ് രേഖ്ത, ദക്കിനി, ഗഡീബോലി എന്ന് പറയുന്നത്. പിന്നെ ദക്കിനി ഹിന്ദി നമ്മൾ പറഞ്ഞു, അതിനെ ദക്കനി എന്ന് പറയുന്നുണ്ട്. ഉറുദു ജബാനിലെ ബോലിയാണ്. ഹിന്ദിക്ക് പൂർവ്വ രൂപം നമുക്കതിൽ കാണാൻ പറ്റും. പിന്നെ ലിപി എന്ന് പറയുന്നത് ഫാർസി ലിപിയാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനിയാണ്. ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത് പേർഷ്യൻ ശബ്ദമാണ്. ഇത് നമുക്ക് ദേവനാഗരി ലിപിയിലും എഴുതാം, ഫാർസി ലിപിയിലും എഴുതാം. പുരാനി ഹിന്ദിയും ഉറുദുവും അംഗ്രേസിയും ചേർന്നിട്ടാണ് ഈ ഹിന്ദുസ്ഥാനി ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇതും ഭാരോപീയ പരിവാറിലെ ഭാഷയാണ്. കൂടുതലായിട്ട് സംസാരത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഭാഷയാണ് ഹിന്ദുസ്ഥാനി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. അതിന് മുമ്പ് നമ്മൾ ഖഡീബോലിയും അവധിയും ബ്രജും അതിൻ്റെ വിശേഷതകൾ നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹിന്ദിയുടെ വിവിധ ബോലികളും അതിൻ്റെ വേറെ പേരും നോക്കി. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, ഹിന്ദി ഭാഷി രാജ്യം. ഹിന്ദി ഭാഷി രാജ്യം. ഓക്കെ, ഹിന്ദി ഭാഷി രാജ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നോക്കാം, ഹിന്ദി ഭാഷി രാജ്യം എന്ന് പറഞ്ഞാൽ ഹിന്ദി കൂടുതലായിട്ട് സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇപ്പോൾ ബീഹാർ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ ദില്ലി, രാജസ്ഥാൻ, അൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം. ഈ സ്ഥലങ്ങളിലാണ് ഹിന്ദി കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഹിന്ദി ഭാഷി രാജ്യം എന്ന് പറയും. ബീഹാർ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ദില്ലി, രാജസ്ഥാൻ, അൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം. ഇവിടെയാണ് ഹിന്ദി ഉള്ളത് കൂടുതലായിട്ടും. അതുകൊണ്ട് ഇതിനെ ഹിന്ദി ഭാഷി രാജ്യം എന്ന് പറയുന്നു. ഈ രാജ്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ BH മുദ്ര. ഓക്കെ, BH മുദ്ര. ഇതിനകത്ത് നമുക്ക് ബി എന്ന് വെച്ചാൽ ബീഹാർ, എച്ച് എന്ന് വെച്ചാൽ നമുക്ക് സ്ക്വയർ ഇട്ടിട്ടുണ്ട് ഹരിയാന, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്. എം എന്ന് വെച്ചാൽ നമുക്ക് ഏത് പറയാം, മധ്യപ്രദേശ്. എം മധ്യപ്രദേശ്, യു ഉത്തർപ്രദേശ്, ഡി ഡൽഹി, ആർ രാജസ്ഥാൻ, എ അൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഭാരതത്തിലെ ഹിന്ദി സംസാരിക്കുന്ന സ്ഥലങ്ങളാണ് മുദ്ര എന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടത് ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലേ. ഭാരതത്തിൽ ഹിന്ദി സംസാരിക്കുന്ന സ്ഥലങ്ങളാണ് മുദ്ര. അപ്പോൾ ഭാരതത്തിലെ ഹിന്ദി. അപ്പോൾ ബി എന്ന് വെച്ചാൽ ബീഹാർ, എച്ച് എന്ന് വെച്ചാൽ സ്ക്വയർ ഉള്ളത് ഓർക്കുക ഹരിയാന, ഹിമാചൽ പ്രദേശ്, മുദ്ര എന്ന് വെച്ചാൽ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പിന്നെ ഡൽഹി, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കട്ടെ. ഭാരതത്തിലെ ഹിന്ദി മുദ്ര അല്ലെങ്കിൽ ഭാരതത്തിൽ ഹിന്ദി പ്രദേശങ്ങളാണ് മുദ്ര. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ, അപ്പോൾ BH സ്ക്വയർ മുദ്ര എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഹിന്ദി ഭാഷി രാജ്യം എന്ന് പറയുന്നത്. ഇതും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഹിന്ദി ഭാഷി രാജ്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ ഏകദേശം ഒരു കാൽ ഭാഗത്തോളം ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. അടുത്ത വീഡിയോയ്ക്ക് അകത്ത് നമ്മൾ ഭാഷിക സ്വരൂപം നോക്കുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ടും ഗ്രാമറും കാര്യങ്ങളൊക്കെയാണ്. ഗ്രാമർ പോർഷൻസ് ഒരുപാട് വരുന്നുണ്ട്, സംഖ്യ, സർവനാമ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ ആ ഒരു ഹിസ്റ്ററി, ഹിന്ദിയുടെ ഹിസ്റ്ററി അവിടെ നിന്ന് വന്ന് ഇപ്പോൾ ഹിന്ദിയിലേക്ക് എത്തി, ഹിന്ദിയുടെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ആ ഹിന്ദി ഭാഷയുടെ സംരചനയാണ്, അതിൻ്റെ സ്വരൂപമാണ് അടുത്ത വീഡിയോക്കകത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോക്കകത്ത് ഉൾക്കൊള്ളിക്കാം.